എനിക്ക് ഈ വിഷയത്തിൽ അഭിമാനവും ചാരിതാർത്ഥ്യവും ഒക്കെ ഉണ്ട്. ഞാൻ കാരണം കുറച്ച് പെൺകുട്ടികൾക്ക് അഭിമാനത്തോടെ പുറത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ അവർ നേരിട്ട പ്രശ്നങ്ങൾ ധൈര്യത്തോടെ പുറത്ത് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. അതിനുള്ളൊരു ധൈര്യം കിട്ടി. വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇരകൾ ചിരിച്ചുകൊണ്ട് ലോകത്തെ ഫേസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മുടെ സമൂഹത്തിൽ മൊത്തമായ ഒരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള എല്ലാ പെൺകുട്ടികളെയും കാണുന്നത് എൻ്റെ സഹോദരിമാർ എന്നുള്ള നിലയിലാണ്. ഇനി ഒരു പെൺകുട്ടിയും ഇത്തരത്തിലുള്ള ചതികളിൽ വീണു പോകരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നത് കുറച്ച് വേദനാജനകമായ ഒരു കാര്യമാണ്. ആദ്യ അതിജീവിതയുടെ കഴിഞ്ഞ ദിവസത്തെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പോസ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ കരഞ്ഞു. ഈ അതിജീവിതക്ക് ഒരു റോൾ മോഡലാണ്. എന്താണ് ഒരു അമ്മ എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അങ്ങനെ തോന്നുന്നു. അമ്മ, ദേവി, അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയത്. അവളെന്തിനു പോയി? അതായത് എല്ലാ കുറ്റവും സ്ത്രീക്ക് മാത്രമാകുന്ന ഒരു രീതിയാണ് ഇവിടെ. പുരുഷൻ എന്തിനാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷൻ എന്തിനാണ് അതിന് ശ്രമിക്കുന്നത്? ഈ പുരുഷൻ എന്ന് പറയുന്നത് ആരാണ്? ഒരു ജനപ്രതിനിധിയാണ്. അല്ല, അയാൾക്ക് മനസ്സിലാകാതെ പോകുന്ന എന്താന്ന് വെച്ചാൽ അയാളെ തകർത്തത് അയാൾ തന്നെയാണ്. അയാളുടെ തന്നെ കർമ്മഫലങ്ങളാണ്. അയാളുടെ തന്നെ കർമ്മഫലം അയാളെ തകർത്താണ്. മറ്റാരുമല്ല, മറ്റാരുടെയും ഗൂഢാലോചനയല്ല, ഒന്നുമല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ തേടി വരും. നല്ലത് ചെയ്താൽ അത് വരും, ചീത്ത ചെയ്താലും അത് വരും. പ്രകൃതിയിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ആ അമ്മയുടെ പോരാട്ടത്തെ നിങ്ങൾക്ക് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. റിനി ആൻഡ് ജോർജ്, നമസ്കാരം. നമസ്കാരം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഫ്ലോറിൽ വീണ്ടും കണ്ടുമുട്ടുന്നത്. അതായത് റിനി തുറന്നുവിട്ട ഒരു ഹൂ കെയേഴ്സ് എന്ന ഒരൊറ്റ പദമാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ഒരു സൈക്കോപാത്തിനെ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. എങ്ങനെ പ്രതികരിക്കുന്നു? എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, എനിക്ക് ഈ വിഷയത്തിൽ അഭിമാനവും ചാരിതാർത്ഥ്യവും ഒക്കെ ഉണ്ട്. ഞാൻ തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ കൊളുത്തി വിട്ടു എന്നൊന്നും ഞാൻ അവകാശം ഉന്നയിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ കാരണം കുറച്ച് പെൺകുട്ടികൾക്ക് അഭിമാനത്തോടെ പുറത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ അവർ നേരിട്ട പ്രശ്നങ്ങൾ ധൈര്യത്തോടെ പുറത്ത് സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. അതിനുള്ളൊരു ധൈര്യം കിട്ടി. പ്രത്യേകിച്ചും ഇതുപോലെ ഒരു ജനപ്രതിനിധിയായ ഒരു വ്യക്തിക്ക് എതിരെയാകുമ്പോൾ അത് പൊതുവിൽ ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനെല്ലാം മറികടന്ന് പലർക്കും പുറത്തു വരാൻ സാധിച്ചു, അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് വരാൻ സാധിച്ചു. അതിന് ഞാനൊരു നിമിത്തമായി എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്, ഒരു അഭിമാനമൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഞാൻ ആദ്യത്തെ ഇൻ്റർവ്യൂ ബൈറ്റിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. പൊതുവേ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം ഉണ്ടല്ലോ, സ്ത്രീകളാണ് എങ്ങനെ പേടിക്കേണ്ടത്, ഇരകളായാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം നേരിട്ടാൽ പേടിക്കേണ്ടത് എന്ന്. അപ്പോൾ ഞാൻ അതിനൊരു കാര്യം പറഞ്ഞിരുന്നു, വേട്ടക്കാരനാണ് കരയേണ്ടത്, ഇരകൾ ചിരിച്ചുകൊണ്ട് ലോകത്തെ ഫേസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മുടെ സമൂഹത്തിൽ മൊത്തമായ ഒരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ആക്രമിക്കപ്പെട്ട നടിയുടെ വിഷയത്തിലാണെങ്കിലും, അതുപോലെ സിസ്റ്റർ ഫ്രാങ്കോ കേസിലെ സിസ്റ്റർ പുറത്തു വന്ന് മുഖം കാണിച്ച് സംസാരിച്ചതാണെങ്കിലും, പിന്നെ ഈ വിഷയത്തിൽ തന്നെ 3 പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. വേറെയും പെൺകുട്ടികൾ ചാനലിന് മുന്നിൽ സംസാരിക്കാൻ ധൈര്യമായി വന്നു. അപ്പോൾ ഒരു സ്ത്രീ മുന്നേറ്റം, അല്ലെങ്കിൽ സ്ത്രീകൾ ഭയപ്പെടാതെ കാര്യങ്ങൾ തുറന്നു പറയാൻ, അല്ലെങ്കിൽ ഒരു സെക്ഷൽ അസോൾട്ട് നേരിട്ടാൽ തങ്ങൾക്ക് എന്തോ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, തെറ്റുകാരനാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്നുള്ള രീതിയിൽ തുറന്ന് സംസാരിക്കാനുള്ളൊരു ധൈര്യം, അതിന് ഞാനൊരു കാരണമായെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ റിനി ഇതിങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു പദം ഉപയോഗിക്കാതിരുന്നുവെങ്കിൽ, ഇന്നും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആൾ MLA ആയിട്ട് ഇങ്ങനെ വിലസി നടക്കുന്നുണ്ടാവും. ഒരുപാട് പെൺകുട്ടികൾ വീണ്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരകൾ ആക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം UDF മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു മന്ത്രി വരെ ആയനെ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പെൺകുട്ടികളെ രക്ഷിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം കൂടി ഇല്ലേ റിനിക്ക്? അല്ല, ഞാൻ ഈ ഇത്തരത്തിലുള്ള എല്ലാ പെൺകുട്ടികളെയും കാണുന്നത് എൻ്റെ സഹോദരിമാർ എന്നുള്ള നിലയിലാണ്. ഇനി ഒരു പെൺകുട്ടിയും ഇത്തരത്തിലുള്ള ചതികളിൽ വീണു പോകരുത് എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും സംഭവിക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ ഇൻഫ്ലുവൻസും സ്വാധീനവും ഇതെല്ലാം വെച്ച് പെൺകുട്ടികൾ അതിൽ മയങ്ങി വീഴുകയും, പക്ഷെ അപ്പോൾ പെൺകുട്ടികൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ സ്വാധീനം വെച്ച് അവരുടെ ജീവിതം ഇവർക്ക് തകർക്കാൻ വേണമെങ്കിൽ സാധിക്കും എന്നുള്ള കാര്യം പെൺകുട്ടികൾ ചിന്തിക്കുന്നില്ല. ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് മാത്രം കണ്ടുകൊണ്ട് ഇങ്ങനെ വീണു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരാളെങ്കിലും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ വേട്ടക്കാരൻ ഇങ്ങനെ പല ഇരകളെയും കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് തന്നെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, ഒരു അധ്യാപകൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഒരു അധ്യാപകൻ ഇങ്ങനെ ഒരു മോശം പെരുമാറ്റം, അത് ഞാൻ അന്ന് പറയാതിരുന്നിരുന്നു.
അന്ന് ഇതുപോലെ തന്നെ എൻ്റെ കാര്യം എന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞില്ല. പക്ഷെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ആ അധ്യാപകൻ ഒരു പെൺകുട്ടി അതേ പ്രശ്നത്തിൽ അകപ്പെട്ട് അതൊരു വലിയ വിഷയമാകുകയും അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എൻ്റെ സഹോദരിമാരായ പല പെൺകുട്ടികൾക്കും ഈ ഒരു അനുഭവം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാനത് സംസാരിച്ചിരുന്നെങ്കിൽ ഇതിങ്ങനെ ആവർത്തിക്കില്ലല്ലോ. ആരും സംസാരിക്കാതിരിക്കുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കുമ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആരെങ്കിലും ഒരാളത് ബ്രേക്ക് ചെയ്യണം, ബ്രേക്ക് ദ സൈലൻസ് എന്നുള്ളത് ആ ഒരു കാര്യം. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. കാരണം അവരിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണം. അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ എന്ന് മാത്രം ചിന്തിക്കുന്നതിന് പകരം പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി കൂടി ആകുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നം വലിയ ഭയാനകമായൊരു പ്രശ്നമാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെയൊക്കെ ഒരു ചക്രവർത്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടും അദ്ദേഹത്തിന്റെ സൈന്യവും എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു വെളിപ്പെടുത്തലൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം വളരെ ശക്തമായൊരു സൈബർ ആക്രമണം ഒക്കെ റിനിക്ക് എതിരെ മാത്രമല്ല മറ്റ് പല അതിജീവിതമാർക്കും വന്നിട്ടുണ്ട് എന്നുള്ളവരെ അറിയാവുന്നതാണ്. ഈ സൈബർ ആക്രമണത്തെയൊക്കെ നേരിടാനുള്ളൊരു മാനസികാവസ്ഥ അതെങ്ങനെ ഉണ്ടായത്? അത് സത്യത്തിൽ ഞാൻ ചെറുപ്പം തുടങ്ങി ഞാൻ ഈ സമൂഹത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. അതായത് ബോൾഡായിട്ടുള്ള പെൺകുട്ടികളോടും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നവരോടും ഒക്കെ ഒരു ഇഷ്ടമില്ലാത്ത ഒരു സമീപനമാണ് പൊതുവെ ഈ സമൂഹത്തിനുള്ളത്. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ അല്ലാത്തവരുണ്ടാവും. എന്നാൽ പോലും ഒരു വലിയൊരു ഭൂരിപക്ഷം ജനങ്ങളും അതൊന്നും അംഗീകരിക്കുന്നവരല്ല. അപ്പൊ ചെറുപ്പം തുടങ്ങി ഞാൻ ആദ്യം പണ്ട് തുടങ്ങി വളരെ ബോൾഡാണ്. എപ്പോഴും ഞാൻ എനിക്കിഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരാളാണ്. അപ്പൊ ചെറുപ്പം തുടങ്ങിയ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഞാൻ നേരിട്ടിരുന്നു. അനാവശ്യമായി എന്നെ കുറ്റം പറയുന്നതും കളിയാക്കുന്നതും അത് അനുഭവിച്ചു വന്ന ഒരാളാണ്. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലും എനിക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിച്ചതിൻ്റെ പേരിലൊക്കെ. അപ്പോൾ എനിക്ക് ഈ സമൂഹം എന്താണെന്ന് കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഗ്രേറ്റർ ലെവലിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചെറുപ്പം തുടങ്ങി ഇപ്പോൾ ഈവൻ കാലുമ്മ കാലിയേറ്റി വെച്ചിരുന്നാൽ പോലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെനിക്ക് അറിയാം എന്താണ് സമൂഹം എന്നുള്ള നല്ല ധാരണയുണ്ട്. പ്രത്യേകിച്ചും പ്രശസ്തരായ ഇൻഫ്ലുവൻഷ്യലായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരാൾ വന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇവളാരാണ്? പക്ഷെ എന്നെ അവർക്ക് അറിയില്ല. അപ്പോൾ ഇതാണ് സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ അതൊരു ലാർജർ സ്കെയിലിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കര കൂളായിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എനിക്കറിയാം എൻ്റെ മനസാക്ഷിക്ക് കൃത്യമായ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ റോങ്ലി ആരെയും അക്യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ മനസാക്ഷിയെ മാത്രം ബോധിപ്പിച്ചാൽ മതി. അങ്ങനെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. നേരിട്ട ഒരു അപമാനം നാട്ടുകാരോട് പറഞ്ഞു, ഇത് മാത്രമാണ് റിനി ചെയ്തിട്ടുള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ പോലും ഞാനിങ്ങനെ പേര് പറഞ്ഞൊന്ന് എടുത്ത്, അതായത് ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ജനപ്രതിനിധികളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ച ഒരു കാര്യം മാത്രമാണ്. അത് ഞാൻ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കണം എന്ന് കരുതിയിട്ടില്ല. പക്ഷെ ഒരു റീതിങ്ക് ചെയ്യണം അല്ലെങ്കിൽ അവരൊന്ന് മാറണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട്, ഒരു നവീകരിക്കപ്പെടണം എന്നൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ട് നിമിത്തമായിട്ട് പറയും. അതെ, അതൊരു നിമിത്തമായി. പിന്നീട് ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്തു. ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതായിരുന്നിരിക്കണം ദൈവം നിശ്ചയിച്ച ഒരു കാര്യമായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു. റിനിയെ പോലുള്ള ആളുകൾ സ്ത്രീപക്ഷ നിലപാടുകൾ സംരക്ഷിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഇത്ര വലിയ പോരാട്ടങ്ങൾ നടത്തുന്ന സമയത്ത് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിച്ചുകൊണ്ട് ചില സ്ത്രീകൾ, അവരെ ഞങ്ങൾ വിളിക്കുന്ന സൈബർ ആന്റിമാരെന്ന് വിളിക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകൾ വരുമ്പോൾ അത് വേദനിപ്പിച്ചിട്ടുണ്ടോ? അല്ല, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ നിൽക്കുന്നത് കുറച്ച് വേദനാജനകമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തരങ്ങൾ വിഷയങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾ എന്തുകൊണ്ടാണ് തനിക്കുള്ള ശരീരവും മനസ്സുമുള്ള മറ്റുള്ളവരെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്നൊരു വിഷമം എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. എന്താണ് അങ്ങനെ എന്ന്. പലപ്പോഴും സ്ത്രീകൾ അവർക്ക് ഈ പാട്രിയാർക്കൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ഒക്കെ സ്ത്രീകളുടെ മേലിൽ തന്നെയാണ് അടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീയോടുള്ള ഒരു അസൂയയായിട്ടും ഇഷ്ടക്കുറവായിട്ടും ഒക്കെയാണ് അവരതിനെ പുറത്ത് പ്രകടിപ്പിക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ പുരുഷന്മാർ നൽകുന്ന സപ്പോർട്ടിൻ്റെ ഒരു അംശം പോലും സ്ത്രീകൾ നൽകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി യങ് ആയിട്ടുള്ള ഗേൾസ് ഒക്കെ കുറച്ചും കൂടി മാറി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് പ്രായമായ സ്ത്രീകളൊക്കെ ഇതിങ്ങനെയാണ്, പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, സ്ത്രീയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന, ഇവിടെ ഒരു പ്രശ്നം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രശ്നമല്ല. ഇത് അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത്. ജനപ്രതിനിധിയായിരിക്കുന്ന അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർ ചെയ്യുന്ന ഒരു വലിയൊരു ഈ നാട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കേണ്ട ഒരാളാണ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം.
പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന ചില സ്ത്രീകൾ അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോളേജ് ക്യാമ്പസുകളിലൊക്കെ റാഗിങ് നടക്കാറുണ്ട്. ഈ ജൂനിയേഴ്സ് വരുന്ന സമയത്ത് സീനിയർ റാഗ് ചെയ്യും, അതിനുശേഷം പിന്നെ ജൂനിയർ സീനിയർ ആവുന്ന സമയത്ത് അപ്പോൾ വരുന്ന ആ ജൂനിയേഴ്സിനെയും അവർ റാഗ് ചെയ്യും. ആ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും അതിന് ഈ സ്ത്രീകളുടെ ഈ രാഹുൽ മാങ്കൂട്ടം സപ്പോർട്ട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പാട്രിയാർക്കൽ സമൂഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തു പോലെയാണ്. അതായത് ഞാനാണോ അവളാണോ ബെറ്റർ, എപ്പോഴും നമ്മൾ സ്ത്രീകൾ തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം ആ ഒരു സാമൂഹിക രീതിയാണുള്ളത്. അപ്പോൾ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരൊരു ഇൻഡിവിജ്വൽ ആയിട്ട് കാണാതെ കമ്പയർ ചെയ്ത് ചിന്തിക്കുമ്പോൾ ഒരു അസൂയ, ഒരു ഇഷ്ടക്കുറവ് അങ്ങനെയൊക്കെ വരും. അതിന്റെ ഭാഗമായിട്ടും പിന്നെ പാട്രിയാർക്കൽ സമൂഹം എന്ന് പറയുന്ന സ്ത്രീയെ എപ്പോഴും നിയന്ത്രിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ വന്ന് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ബോൾഡായി സംസാരിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ തങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷനെ അവരിങ്ങനെ ദേഷ്യമായിട്ടും ഇവളാരാണ്, അങ്ങനെ ചോദിക്കും. അപ്പോഴും അവര് നേരിടേണ്ടി വന്ന പ്രശ്നം അതല്ല എന്ന് അവർക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് പകരം സ്ത്രീകളുടെ തന്നെ മെക്കിട്ട് കയറുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. എന്തിനാണ് കല്യാണം കഴിച്ച പെണ്ണ് എന്തിനാ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട്. ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ഓൺലൈൻ മീഡിയകളൊക്കെ ഉണ്ട്. ഈ ഓൺലൈൻ മീഡിയകളിലൊക്കെ ഈ സ്ത്രീകൾ വന്നിട്ട് രാഹുൽ മോനെ കുട്ട എന്നൊക്കെ വിളിക്കുന്ന ചില ആളുകളുണ്ട്. ഇവരൊക്കെ പെയ്ഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. വളരെ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ കാര്യം ചോദിക്കുന്നത് റിനിയോട്. പെയ്ഡ് ആയിട്ടുള്ളതാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അല്ലാതെ ഇതെല്ലാം കണ്ട് പെയ്ഡ് അല്ലാത്ത സാധാരണ ആളുകൾ വിശ്വസിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെയ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആളുകൾ പറയുമ്പോൾ അതിലെന്തോ ഉണ്ട് അങ്ങനെ തോന്നുന്ന ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് പേരെ കൊണ്ട് അത് പറയിപ്പിക്കുന്നത്. ഇപ്പൊ 2-3 പേരത് പറയുമ്പോൾ അവരും അത് ഏറ്റുപാടുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ആ രീതിയിൽ ഒരു സോഷ്യൽ സൈക്കോളജീനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജനങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തി എന്താണ് എന്നുള്ളത് അവർക്ക് അടുത്തറിയില്ല. അവർ കാണുന്നത് കുറെ റീൽസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അവരുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ട്, നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ സിനിമയിലൊക്കെ കാണുന്ന പോലെ വില്ലൻ ലുക്കോ അങ്ങനെ ഒന്നുമില്ല. കാണാൻ സുന്ദരൻ. എനിക്ക് തോന്നുന്നു എനിക്കാണോ വില്ലത്തി ലുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഈ ന്യായീകരിക്കുന്ന പല ആളുകളും അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരള രാഷ്ട്രീയത്തിലും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലും ഒക്കെ ഏറെ സ്വീകാര്യനായ, ഏക ബഹുമാനായിരുന്ന, ഒരു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വിശുദ്ധന്റെ പരിവേഷം നൽകിയിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിന് എതിരെ സോളാർ അതിജീവിതം നടത്തിയിട്ടുള്ള പരാമർശങ്ങളുമായിട്ടൊക്കെ കൂട്ടി വായിക്കുന്നുണ്ട്. ഇതിനോടെന്താ എങ്ങനെയാണ് പ്രതികരിക്കാനുള്ളത്? അതാണ് സത്യത്തിൽ നമുക്ക് ഏറ്റവും ഭാരയായിരിക്കുന്നത്. കാരണം അതിജീവിതകളെല്ലാം അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട്, ഈ വ്യക്തിയെ ഉമ്മൻചാണ്ടി സാറുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വലിയൊരു നരേറ്റീവ്, അത് ബോധപൂർവം തന്നെ ഉണ്ടാക്കുന്ന ഒരു നരേറ്റീവ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു നരേറ്റീവ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈവൻ ഉമ്മൻചാണ്ടി സാറ് പോലും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാർ ആഗ്രഹിച്ചിരുന്ന JS അഖിൽ എന്ന് പറയുന്നയാളെ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇത് അട്ടിമറിക്കപ്പെട്ട അങ്ങനെ ആയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, എന്നിട്ടും അയാൾക്ക് ആ ഒരു കാലം അത് തികയ്ക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി വാദിച്ച വക്കീൽ തന്നെയാണ് ഈ വിഷയത്തിൽ അതിജീവിതയ്ക്ക് വേണ്ടി നിൽക്കുന്നത് എന്നുള്ളൊരു അറിവും കൂടിയുണ്ട്. അപ്പോൾ അതിലെല്ലാം ആ ഒരു കറക്റ്റ് ആ ഒരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ള ഒരു വ്യക്തിയുമായിട്ട് ഇങ്ങനെ കമ്പയർ, പ്രത്യേകിച്ച് പല പെൺകുട്ടികളും നിഷ്ഠൂരമായ പൈശാചികമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിയെന്ന് പുറത്തു വന്ന് പറയുമ്പോഴും പരാതികൾ കൊടുക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ് എന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായും തെറ്റായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ അങ്ങനെ കേട്ടിട്ടുള്ളൊരു വ്യക്തിയല്ല. ഉമ്മൻചാണ്ടി സാർ ആർക്കും രാത്രിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി പോയിട്ടില്ല, അല്ലേ? ശരിയല്ലേ? ഉമ്മൻചാണ്ടി സാർ ആരോടെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ എത്ര വിദഗ്ധമായിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓപ്പറേഷൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള കാര്യം, അദ്ദേഹത്തിന്റെ മകനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളും അങ്ങനെ മെനഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞ ഉമ്മൻചാണ്ടി സാറിനെ ഉപയോഗിച്ച ചിലരൊക്കെ സ്ഥാനങ്ങൾ നേടുകയും അല്ലെങ്കിൽ അതിന്റെ ഒരു പിൻഗാമിത്വം അവകാശപ്പെട്ടുകൊണ്ട്. അല്ല, ഇതിനകത്ത് നമുക്ക് തുറന്നു പറയുന്ന പ്രശ്നം, നമുക്കറിയാവുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഉമ്മൻചാണ്ടി സാറ് രോഗാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഈ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ എത്തുന്നു. ആശുപത്രിയിൽ എത്തുന്ന സമയത്ത്
സമയത്ത് ഇപ്പോഴത്തെ വടകര MP ഫോണിൽ വിളിച്ച് സാറിന് സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അത് ഏകദേശം തീരുമാനമാവാറായി, ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ ആരുടെയെങ്കിലും കൂട്ടത്തിലൊക്കെ നിന്നാലേ മെച്ചമുള്ളൂ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറ് നേരിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഓർക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. എന്റെ അഭിപ്രായത്തില് രാഷ്ട്രീയ നേതാക്കന്മാർ ആരാണെങ്കിലും ജനങ്ങളെ പറ്റിക്കുന്നത് ഒരു ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആവശ്യമില്ലാതെ ഈ മരിച്ചവരെയും ദൈവങ്ങളെയൊക്കെ പറ്റിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെയൊക്കെ ശ്രമിക്കുന്നതിന്റെ ആകാം ഇങ്ങനെയുള്ള തിരിച്ചടികൾ വരുന്നത്. ഒരു പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാളാണ്. 100% വിശ്വാസമുണ്ട്. ഞാനങ്ങനെ മതത്തിലോ ആചാരങ്ങളിലോ ഒന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ഏതിലാണെങ്കിലും ഞാൻ പോകാറൊക്കെ ഉണ്ട്, വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആത്മശക്തി എന്നൊക്കെ പറഞ്ഞതുണ്ട്. അപ്പം നമ്മൾ ഈ നമ്മുടെ മനസ്സ് മനുഷ്യർക്ക് മനസ്സിലാവില്ല, മനുഷ്യർ രൂപം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ മരിച്ചുപോയ ആത്മാക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവമുണ്ടെങ്കിൽ അവർക്ക് കാണാം. അവരുടെ ശക്തിയായിരിക്കും ഒരു പക്ഷെ ഇങ്ങനെയെല്ലാം നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനും തോന്നിപ്പിക്കുന്നു. തീർച്ചയായിട്ടും. ഞാൻ കേട്ടോ ആദ്യ അതിജീവിതയുടെ കഴിഞ്ഞ ദിവസത്തെ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു അമ്മയുടെ വിതുമ്പൽ നമുക്കതിനകത്ത് കാണാൻ വേണ്ടി സാധിച്ചു. എന്താണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതികരിക്കാനുള്ളത്? സത്യം പറഞ്ഞാൽ പോസ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ കരഞ്ഞു. ആ പോസ്റ്റ് വായിച്ച് കരയാത്ത അമ്മമാരുണ്ടാവാൻ സാധ്യതയില്ല, അമ്മമാർ മാത്രമല്ല അച്ഛന്മാരും ഉണ്ടാവാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നു. അതായത് അതിനകത്ത് ജനങ്ങൾ പറയുന്നത് രണ്ടുപേരും തമ്മിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധമുണ്ടായി, അതിനുശേഷം പുരുഷനെ മാത്രം കുറ്റക്കാരനാക്കി പരാതി കൊടുക്കുന്നു എന്നൊക്കെയുള്ള ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണുകയാണ്. പക്ഷെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ 3 അതിജീവിതകൾ ഉള്ളതിൽ 2 അതിജീവിതകളുടെയും പ്രശ്നം അവരുടെ കുഞ്ഞുങ്ങൾ മരിച്ചു എന്നുള്ളതാണ്. അതും കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം കുഞ്ഞിനെ ജനിപ്പിക്കാൻ അവരെ തയ്യാറെടുത്തു. അതിനുശേഷം കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം കുഞ്ഞിനെ അബോർഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ എത്തുക, അല്ലെങ്കിൽ തൻ്റെ പിഞ്ചോമനയുടെ സുന്ദരമായ മുഖം കാണാൻ കാത്തിരുന്ന അമ്മയ്ക്ക് അതിനെ നഷ്ടപ്പെട്ടു പോകുന്നത്, ഇഞ്ചിഞ്ചായി അത് നഷ്ടപ്പെട്ടു പോകുന്നത് കാണേണ്ടി വന്ന അമ്മയുടെ ഒരു വ്യതയുണ്ട്. ആ വ്യതയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് വായിക്കുമ്പോൾ ഒരു അമ്മ എന്താണ് എന്ന് മനസ്സിലാവും. അതായത് ഈ അതിജീവിതയൊക്കെ വളരെ മോശക്കാരിയാണ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കും. എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഈ അതിജീവിതക്ക് ഒരു റോൾ മോഡലാണ്. എന്താണ് ഒരു അമ്മ എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അങ്ങനെയാണ് തോന്നുന്നത്. അമ്മ, ദേവി, അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയത് ആ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ. എന്താണ് ഒരു അമ്മ എന്നുള്ളത്, എങ്ങനെ ഉണ്ടായാലും അവിഹിതമാണെങ്കിലും ഹിതമാണെങ്കിലും എങ്ങനെ ഉണ്ടായാലും പ്രകൃതിയെ സംബന്ധിച്ച് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും ദൃഢമായ, ഏറ്റവും അതൊരു ആത്മബന്ധം. കാരണം കഴിഞ്ഞ ദിവസം ആ ഒരു അതിജീവിതയെ സംബന്ധിച്ചിട്ട് അവരവരുടെ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം ആ ഒരു നിമിഷമൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് മായാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അതിന്റെ ട്രോമ, അതിന്റെ വേദന അത് അതിതീവ്രമായിട്ട് അവരുടെ ഉള്ളിലുണ്ടാവും. പലരും പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനെ പരാതി കൊടുത്തു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ജനിക്കേണ്ട സമയങ്ങളിലാണ് ആ സ്ത്രീ പരാതി കൊടുത്തതെന്നുള്ള. അപ്പം അത് അത്രയും വലിയ വേദനയാണ് ആ പെൺകുട്ടി കടന്നു പോയിട്ടുള്ളത്. അത് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അത് കണ്ടിട്ടും അവരെ കുറ്റം പറഞ്ഞത്. ഞാൻ പറഞ്ഞ പ്രകൃതിയെ സംബന്ധിച്ച് വിവാഹം കഴിക്കാതിരിക്കുന്നതൊക്കെ നമ്മൾ മനുഷ്യരുടെ സംസ്കാരത്തിലുള്ളതാണ്. പ്രകൃതി സംബന്ധിച്ച് ഒരു പുരുഷനും സ്ത്രീയും ബന്ധം ഉണ്ടായി കുഞ്ഞുണ്ടായ ആ കുഞ്ഞ് അമ്മയെ സംബന്ധിച്ച് ജീവനാ. അച്ഛൻ ആരാണെങ്കിലും എന്താണെങ്കിലും ഹിതമായ ബന്ധമാണെങ്കിലും അവിഹിതമായ ബന്ധമാണെങ്കിലും അപ്പം നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമാണ് ബേസിക്കലി ഇത്. അവളെ സംബന്ധിച്ച് അവളുടെ ലൈഫേ പോയി, എല്ലാ രീതിയിലും തകർന്നൊരു ജീവിതം ഒന്നും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് ഈ ഒരു ട്രോമ അത് ഭയങ്കരമായി അവരെ സംബന്ധിച്ച് അവരെ അവരുടെ ലൈഫ് തന്നെ. കാരണം അവർ അത്രയധികം ഫേസ് ചെയ്തു. അപ്പോൾ ഒരു പക്ഷേ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞിൻ്റെ ജനിക്കാതെ പോയ കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടി പോരാടുമെന്ന് ചിന്തിക്കുന്ന ഒരു അമ്മയുണ്ടല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് ദൈവം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു കോൾ ബോയ് ആയിരുന്നു എന്നുള്ള രീതിയിലേക്കാണ്. സീരിയസ് ആയിട്ട് പറയുന്ന കാര്യമാണ്. കാരണം എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നത് എന്താ വെച്ചാൽ അവിഹിതം എങ്ങനെ പീഡനമാകും എന്ന് ചോദിക്കുന്ന ചില വൃത്തികെട്ടവന്മാരുണ്ട്. അതിൻ്റെ ആ പദം അത് തന്നെയാണ്. ചില വൃത്തികെട്ടവന്മാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്?
അവരോടൊക്കെ സത്യം പറയാൻ എന്ത് പറയുന്നു, ബുദ്ധിയില്ലാത്ത കാരണം ഞാൻ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? സ്നേഹം നടിച്ച് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ സ്നേഹം നടിച്ച് ഒരാളുമായിട്ട് പ്രണയത്തിലാവുന്നു. ആ പ്രണയത്തിലായതിനു ശേഷം ഇവൻ അവരെ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് അവരെ കൊണ്ട് ഈ അബോർഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നീട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയെ മനസ്സിലാക്കാനായിട്ട് മലയാളികൾക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? കുറെ ആളുകൾക്കെങ്കിലും ഇത് മനസ്സിലാവുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീയെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അവളെന്തിനു പോയി. അതായത് എല്ലാ കുറ്റവും സ്ത്രീക്ക് മാത്രമാകുന്ന ഒരു രീതിയാണ് ഇവിടെ. പുരുഷൻ എന്തിനാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷൻ എന്തിനാണ് അതിന് ശ്രമിക്കുന്നത്, അവൻ എന്തിനാണ് ഒരു കൗൾ ബോയ് പോലെ നടക്കുന്നത്, ഇങ്ങനെ ഒരു ചോദ്യം വരുന്നില്ല. അപ്പോൾ എല്ലാം പാട്രിയാർക്കലായിട്ട് മാത്രം തിങ്ക് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ സമൂഹം. അപ്പോഴും പറയുന്നു ഭർത്താവുള്ള സ്ത്രീയല്ലേ, എന്തിനാ അവൾ അങ്ങനെ ചെയ്തു, അങ്ങനെയാണ് ചോദിക്കുന്നത്. അല്ലാതെ ഈ പിന്നെ ഇവിടെ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല. ഈ പുരുഷൻ എന്ന് പറയുന്നത് ആരാണ്? ഒരു ജനപ്രതിനിധിയാണ്. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതാണ് ഇവിടുത്തെ പോയിന്റ്. അല്ലാതെ ഒരു വെറും ഒരു പുരുഷനല്ല. അത് കൂടാതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അതെ, അത്രയും സ്ഥാനങ്ങൾ വഹിക്കുന്ന, അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ അദ്ദേഹത്തെ വിശ്വസിച്ച് ഇത്രയും സ്ഥാനം കൊടുത്തിരിക്കുന്നു, ഒരു ജനസമൂഹം വിശ്വസിച്ചൊരു ജനപ്രതിനിധിയാക്കിയിരിക്കുന്നു. അങ്ങനെ ഒരാൾക്കൊരു ഉത്തരവാദിത്തമില്ല ഈ സമൂഹത്തോട്. ആ ഉത്തരവാദിത്തം അയാൾ മറന്നുപോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ് തൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ എന്താണ് ഈ സമൂഹം അയാൾക്ക് തന്നിട്ടുള്ള റെസ്പോൺസിബിലിറ്റി? സത്യം പറഞ്ഞാൽ അയാൾക്ക് കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ? അയാൾക്ക് കിട്ടാത്ത ഭാഗ്യങ്ങളുണ്ടോ ഈ ചെറിയ പ്രായത്തിൽ? ഒരുപാട് പേര് വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു, പൊസിഷൻസ്, പെൺകുട്ടികളും സ്നേഹിക്കുന്നു. ഇതെല്ലാത്തിനെയും ചൂഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു തെറ്റ് സംഭവിച്ചില്ല. അത് ഇപ്പോഴും തിരിച്ചറിയാൻ അയാൾക്ക് കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ വിഷമം. കാരണം അങ്ങനെ തിരിച്ചറിയണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഉപദേശിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും പലപ്പോഴും അങ്ങനെ ഒരു തിരിച്ചറിവ് എന്തെങ്കിലും ഉണ്ടാവും എന്ന് ഉള്ളൊരു ചിന്ത ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു. എന്നാൽ പോലും അത് ഉണ്ടാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞു എന്തിനെ വെല്ലുവിളിച്ച് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസവും പോലീസ് ജീപ്പിലേക്ക് കയറുന്നതിന് മുമ്പും പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, പാലക്കാട് ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചാലും വിജയിക്കും എന്നൊരു ഡയലോഗ് പറയുന്നു. അതുകൂടാതെ മൂന്നാമത്തെ അതിജീവിതയുടേതായിട്ടുള്ളൊരു വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ 2 ഇരട്ടിയായിട്ട് ഞാൻ തന്നെ തിരിച്ചു ചെയ്യും, എൻ്റെ കുടുംബം പോയി, എനിക്കിനി ഒന്നും നോക്കാനില്ല എന്നുള്ളൊരു ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. അല്ല, അയാൾക്ക് മനസ്സിലാകാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളെ തകർത്തത് അയാൾ തന്നെയാണ്. അയാളുടെ തന്നെ കർമ്മഫലങ്ങളാണ്. അയാളുടെ തന്നെ കർമ്മഫലം അയാളെ തകർത്താണ്. മറ്റാരുമല്ല, മറ്റാരുടെയും ഗൂഢാലോചനയല്ല, ഒന്നുമല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ തേടി വരും. നല്ലത് ചെയ്താൽ അത് വരും, ചീത്ത ചെയ്താലും അത് വരും. അയാളെ തകർത്തത് അയാൾ മാത്രമാണ്. പക്ഷെ അത് അയാൾക്ക് എന്തുകൊണ്ടോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നെങ്കിലും അയാൾക്കത് മനസ്സിലായാൽ അയാൾക്ക് മനസ്സിലാവും ഞാൻ തിരുത്തേണ്ടതാണ് എന്നെങ്കിലും. അത് എനിക്കറിയില്ല അങ്ങനെ മനസ്സിലാവുമോ എന്നുള്ളത്. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഈ അതിജീവിതകളെ തോൽപ്പിക്കാം എന്നൊക്കെ കരുതുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രകൃതിയിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ആ അമ്മയുടെ പോരാട്ടത്തെ നിങ്ങൾക്ക് ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ആ അമ്മയുടെ പോരാട്ടം തന്നെ വിജയിക്കുള്ളൂ. അതിനകത്ത് ഒരു സംശയമില്ല. ഇനി എത്ര ശ്രമിച്ചാലും, അത് ഞാൻ ഈ ചാനലിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറയുന്നു, അത് തന്നെ വിജയിക്കും. നിയമത്തിലായാലും എങ്ങനെയായാലും ആ അമ്മയുടെ കരച്ചിൽ തന്നെ വിജയിക്കും. ഇനിയും എത്ര അതിജീവിതമാരുണ്ടായേക്കാം, അല്ലെങ്കിൽ പരാതിക്കാർ വന്നേക്കാം. ഞാൻ ആദ്യം മുതലേ പറയുന്നതുണ്ട്, ഇത് 1, 2, 3 കേസുകളല്ല എന്നുള്ളത്. ഈ വിഷയത്തിൽ ഒരുപാട് അതിജീവിതകളുണ്ട്. പക്ഷേ എപ്പോഴും പെൺകുട്ടികൾക്ക് ഭയമാണ്. പുറത്ത് വന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ സംസാരിക്കാനായിട്ട് ഭയമാണ്. എന്തായാലും പക്ഷേ ഇതെല്ലാം ഒരു വലിയൊരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. പെൺകുട്ടികൾ ധൈര്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇനിയും അതിജീവിതകൾ ഉണ്ടാവും, അവർ വരും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത് വരണം എന്നുള്ളതാണ്. കാരണം ഇത് എല്ലാവരും, ഈ പ്രശ്നങ്ങൾ നേരിട്ട എല്ലാവരും അവരുടെ ജസ്റ്റിസ് അവർ തന്നെ പോരാടി നേടണം. അല്ലാതെ ആരെങ്കിലും ജസ്റ്റിസ് കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും ആ പോരാട്ടത്തിൽ നിൽക്കണം. ഇപ്പം ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി അങ്ങനെ ഒറ്റപ്പെട്ടു പോകേണ്ട ഒരവസ്ഥ അവർക്ക് ഉണ്ടാവരുത്. ഈ വ്യക്തിയിൽ അല്ലെങ്കിൽ ഏത് വ്യക്തിയിൽ നിന്നാണെങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും അത് തുറന്നു പറയാൻ അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ്. പെൺകുട്ടികൾ വരണം. എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു, യു ഷുഡ് കം ഫോർവേഡ്. കാരണം ഇത്തരത്തിലുള്ള ഇൻജസ്റ്റിസ് നമ്മൾ അങ്ങനെ കണ്ണടച്ച് കളയരുത്, കണ്ടില്ല എന്ന് നടിക്കരുത്. ഈ അതിജീവിതമാരായിട്ട് ഇനിയും ഒളിയാമറയത്തിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട്? ഇത് തന്നെ പറയാനുള്ളത്. അതായത് നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ
മുന്നിലേക്ക് വരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് മുന്നോട്ട് പറയണം. പരാതി കൊടുക്കേണ്ടതാണെങ്കിൽ പരാതി കൊടുക്കണം. കാരണം ഒരു പെൺകുട്ടി അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമാണ് ആ വേട്ടക്കാരനെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ അവരിങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പെൺകുട്ടിയാകുമ്പോൾ അപ്പോഴും ആളുകൾ ആരോപിക്കും അതൊരു വിഷയമല്ലേ എന്ന് ആരോപിക്കും. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്താണ് എന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഇത് അനുഭവിച്ച ഓരോ അതിജീവിതയുടെയും ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിലൂടെ മറ്റു അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് നമുക്കൊരു മെസ്സേജ് കൊടുക്കാൻ കഴിയും. ഇപ്പം നമുക്കറിയാം ഈ റീസെൻ്റ്ലി അധികാര സ്ഥാനത്തിരിക്കുന്ന പലരും പല കേസുകളിലും പുറത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പൗരോഹിത്യമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും ഇതിലൊക്കെ നിൽക്കുന്ന ആളുകളെ ജനങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് മാറണം. ജനങ്ങളൊരു സ്ഥാനം കൊടുക്കുമ്പോൾ ജനങ്ങളോട് തിരിച്ചും ആ മമതയും ആ ഉത്തരവാദിത്വവും സ്നേഹവും ഉണ്ടാകണം. ഇവർ മാറണമെങ്കിൽ ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയരായ വ്യക്തികൾ തുറന്നു പറഞ്ഞാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകൂ. ഇതൊരു വ്യക്തിക്കെതിരെയുള്ള ഒരു പോരാട്ടമല്ല, ഇതൊരു തെറ്റായ പ്രവണതകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. ഞാൻ ഒരു വ്യക്തിയെ അല്ല പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രവണത രാഷ്ട്രീയത്തിലും പൗരോഹിത്യത്തിലും സിനിമാ മേഖലയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റിയെടുക്കണമെങ്കിൽ സമൂഹം ഒന്നായി നിൽക്കണം. അതിജീവിതകൾ അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെട്ടവർ മുന്നോട്ട് വരണം. അവർക്കൊപ്പം സമൂഹത്തിൻ്റെ ഈ മനസാക്ഷിയും നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രബുദ്ധ ജനത എന്ന നിലയിലേക്ക് വളരാൻ സാധിക്കുള്ളൂ. ഇപ്പോഴും നമ്മൾ അങ്ങനെ ആയിട്ടുണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഒരുപാട് പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുന്ന വാക്കുകളായിരുന്നു റിനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം റിനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റിനി ഒരു തുടക്കം കുറിച്ചിരിക്കുന്ന ഒരു പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് തന്നെ അവർക്ക് തന്നെ അഭിമാനത്തോടു കൂടി ആത്മധൈര്യത്തോടു കൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും. താങ്ക് യു സോ മച്ച്.